ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് കാണിക്കുന്നത് നമ്മളെങ്ങനെ ഓണം ആഘോഷിച്ചെന്ന് കേട്ടോ. ജസ്റ്റ് അത്തപ്പൂ ഇടുന്നതിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ മക്കളെല്ലാവരും കൂടെ ഹന്നക്കുട്ടനും ഞാനും ഫസാനയും അത് ഞാനും ഹോളിനും ഹേലനും പിന്നെ ഞാൻ എന്തിനും റെഡിയാണെന്നും പറഞ്ഞ് നിൽക്കുന്ന ഞങ്ങളുടെ സാൻഡിക്കുട്ടിനോട് അത്തപ്പൂ ഇടാനുള്ള പൂ പറിക്കാനൊക്കെ പോയി. അങ്ങനെ നമ്മുടെ ബാക്ക് യാർഡാണിത്. നമ്മുടെ ബാക്ക് യാർഡിൽ തന്നെയുള്ള ചെടിയിൽ നിന്നാണ് പൂവെല്ലാം പറിച്ചത് കേട്ടോ. ഞങ്ങൾക്ക് കുറെ പൂവുണ്ട്. ഞങ്ങളുടെ സൈഡ് യാർഡൊന്നും പറിച്ചു, പക്ഷെ അടുത്തതിന്റെ വീഡിയോ എടുത്തില്ല. ഇതിനാണ് ബാക്ക് യാർഡിൽ പറിച്ചത്. അപ്പോൾ എല്ലാവരുടെ പട്ടാടയും ബ്ലൗസും ഒക്കെ ഇട്ട് ഓണത്തിൻ്റെ അന്ന് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാട്ടോ. ഈവനിങ് ആണ്. ഇവിടുത്തെ ഏകദേശം 4:30 ഒക്കെ ആയി. അപ്പോൾ ഒരു ഇച്ചിരി ഡിമ്മായി. ഇവിടെ പെട്ടെന്ന് രാത്രിയാവുന്നതാണ്. ഇപ്പം വിൻ്റർ തീരുന്ന സമയമാകുമ്പം നമുക്ക് നൈറ്റാണ് കൂടുതൽ. അപ്പം ഒരു 5 o'clock ആകുമ്പോൾ ശരിക്കും നല്ല രാത്രിയാവും. അപ്പോൾ ആ ടൈം ആവുന്നതിന് ഞാൻ ജസ്റ്റ് ഇവരെ കൊണ്ടുവന്ന് നമുക്ക് ഇങ്ങനെ പൂവുണ്ട്. It's flower. Birds are there. Yeah. Where is the flower? നമ്മൾ വീട് വാങ്ങിച്ചപ്പോഴുണ്ടായിരുന്ന ചെടികളാട്ടോ. പിന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ ഷേപ്പ് ചെയ്ത് നോക്കിയുള്ളൂ. അല്ലാതെ നമ്മളായിട്ട് പുതിയ ചെടികളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരുടെ ഒരു ചെറിയ അത്തപ്പൂക്കൾ. അവരുടെ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ, എന്താണ് ഓണം, ഓണത്തിൻ്റെ അത്തപ്പൂവിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ പണ്ട് എങ്ങനെയാണ് അത്തപ്പൂ കളക്ട് ചെയ്തുകൊണ്ടിരുന്ന പൂവ് കളക്ട് ചെയ്ത് അത്തപ്പൂ ഇടുന്നതെന്നൊക്കെ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ അത്തപ്പൂ ഇട്ട് സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഓണം ആഘോഷിച്ചു. ഞങ്ങളുടെ മേരിക്കുട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്തപ്പൂന്നും ഞങ്ങൾ ഓർത്ത് മേരിക്കുട്ടൻ ഡിസ്ട്രോയ് ചെയ്യുന്നു, പക്ഷേ പുള്ളിക്കാരത്തി ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ ബൈ.